ഇത് റേഡിയോ ജൻവാണി 90.8 മെഗാഹെർട്സ് മലയാളത്തിന്റെ മധുരതരംഗം. ഇപ്പോൾ വാരാന്ത്യ ലോക വൃത്താന്തം കേൾക്കാം. പ്രൊഫസർ ജെ ജേക്കബ് അവതരിപ്പിക്കുന്നു. വാരാന്ത്യ ലോക വൃത്താന്തം. എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ലോകവൃത്താന്തത്തിലേക്ക് സ്വാഗതം. മധ്യേഷ്യയിൽ മാൻഡേറ്ററി പ്രദേശങ്ങളായി നിയന്ത്രിച്ചിരുന്ന സ്ഥലങ്ങളിൽ നിന്നും ബ്രിട്ടൻ പിന്മാറിയത് 1948 പാലസ്തീൻ ഇസ്രായേൽ രാഷ്ട്രങ്ങൾ രൂപീകരിക്കാനായി ഈ പ്രദേശങ്ങൾ രണ്ടായി വിഭജിച്ച് നൽകിക്കൊണ്ടാണ് ബ്രിട്ടൻ പിൻവാങ്ങിയത്. പിന്മാറിയ ദിവസം തന്നെ ഇസ്രായേൽ രാഷ്ട്രം നിലവിൽ വന്നു. എന്നാൽ പാലസ്തീൻ രാഷ്ട്ര രൂപീകരണം നടന്നില്ല. 1967 യുദ്ധത്തെ തുടർന്ന് പാലസ്തീനായി നീക്കിവച്ചിരുന്ന ജോർദാൻ നദിയുടെ പടിഞ്ഞാറേക്കര ഇസ്രായേൽ പിടിച്ചെടുത്തു. ഇവിടെ നിന്നും ഇസ്രായേൽ പിന്മാറണം എന്നാണ് അന്നു മുതൽ പാലസ്തീൻ ആവശ്യപ്പെടുന്നത്. എന്നാൽ ഈ പ്രദേശങ്ങൾ യഹൂദന്മാരെ കൊണ്ട് നിറയ്ക്കാനാണ് ഇസ്രായേൽ ശ്രമിക്കുന്നത്. തർക്കഭൂമിയായി ഐക്യരാഷ്ട്രസഭ കാണുന്ന പടിഞ്ഞാറേക്കര തങ്ങളുടെ രാജ്യത്തിൻ്റെ ഭാഗമാക്കാനാണ് ഇസ്രായേലിൻ്റെ നീക്കം. പാലസ്തീനികൾക്ക് അവരുടെ ഉടമസ്ഥാവകാശം തെളിയിക്കാൻ കഴിയാത്ത സ്ഥലങ്ങൾ ഇസ്രായേലിനോട് കൂട്ടിച്ചേർക്കാനുള്ള നടപടിക്ക് കഴിഞ്ഞ ആഴ്ചയിൽ മന്ത്രിസഭ അംഗീകാരം നൽകി. കഴിഞ്ഞ ആഴ്ചയിൽ ബംഗ്ലാദേശിൽ തിരഞ്ഞെടുപ്പ് നടന്നു. പ്രതീക്ഷിച്ചിരുന്നത് പോലെ തന്നെ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി വിജയിച്ചു. 212 സീറ്റ് നേടിയാണ് മുൻ പ്രധാനമന്ത്രി ഖലീദാ സിയയുടെ പാർട്ടി വിജയിച്ചത്. ദീർഘകാലം പ്രവാസിയായിരുന്ന ഖലീദയുടെ മകൻ റഹ്മാനാണ് അടുത്ത പ്രധാനമന്ത്രി. ഇന്ത്യയിൽ അഭയാർത്ഥിയായി കഴിയുന്ന മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ കാലഘട്ടം അവസാനിച്ചുവെന്നും ഒരു പുതിയ ബംഗ്ലാദേശ് ഉയർന്നുവരും എന്നുമാണ് ഇടക്കാല മന്ത്രിസഭയുടെ തലവൻ യൂനുസ് അഭിപ്രായപ്പെട്ടത്. തിരഞ്ഞെടുപ്പിനോടൊപ്പം ജൂലൈ ചാർട്ടർ നടപ്പിലാക്കാനുള്ള ഹിതപരിശോധനയും നടന്നു. ജനാധിപത്യം ഉറപ്പാക്കാനും ഏകാധിപത്യം തടയാനും ഒട്ടനവധി നിർദ്ദേശങ്ങൾ ജൂലൈ ചാർട്ടറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ പരിഷ്കരണങ്ങൾ നടപ്പിലാക്കേണ്ടത് വിജയിച്ച കക്ഷിയുടെ ഉത്തരവാദിത്വമാണ്. 18 മാസത്തെ ഇടവേളയ്ക്കു ശേഷം തിരഞ്ഞെടുപ്പ് നടത്തി ജനാധിപത്യം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞു എന്നത് വലിയ ഒരു നേട്ടം തന്നെയാണ്. അമേരിക്കയും യൂറോപ്പും അകലുന്നു. എന്നാൽ അമേരിക്കയുമായി അകലുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ ചൈനയുമായി അടുക്കാൻ ശ്രമിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. UK പ്രധാനമന്ത്രി കീർ സ്റ്റാമറും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും ചൈന സന്ദർശിക്കുകയും കരാറുകൾ ഒപ്പുവെക്കുകയും ചെയ്തു. ഈ രണ്ടു രാജ്യങ്ങൾ മാത്രമല്ല, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ചൈന സന്ദർശനത്തിന് ഒരുങ്ങുകയാണ്. നേരത്തെ വ്യാപാര പങ്കാളിയായിരുന്ന ചൈനയെ അത്ര വേഗത്തിൽ ഒഴിവാക്കാൻ അമേരിക്കയ്ക്കു കഴിയുന്നില്ല. അമേരിക്ക താരിഫ് വർദ്ധിച്ചത് മൂലം ഉണ്ടായ തകർച്ച പരിഹരിക്കാനാണ് ചൈനയെ തേടി യൂറോപ്പിലെയും അമേരിക്കയിലെയും ഭരണാധികാരികൾ എത്തുന്നത്. എന്നാൽ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യയ്ക്ക് അനുകൂലമായ നിലപാടാണ് ചൈന സ്വീകരിക്കുന്നത്. യൂറോപ്പ് അമേരിക്ക ബന്ധങ്ങളുടെ തകർച്ച അന്താരാഷ്ട്ര വ്യാപാര രംഗത്ത് ചൈനയുടെ പ്രാധാന്യം വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ മ്യൂണിക്കിൽ വെച്ച് നടന്ന കോൺഫറൻസിൽ നമ്മുടെ വിദേശകാര്യമന്ത്രി അടക്കം
70ഓളം രാഷ്ട്രങ്ങളുടെ പ്രതിനിധികൾ പങ്കെടുത്തു. രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം രൂപപ്പെട്ട ലോകക്രമം തകർന്നു എന്നത് കോൺഫറൻസിൽ പങ്കെടുത്ത എല്ലാവരും സമ്മതിച്ചു. സ്വതന്ത്ര ലോകത്തിൻ്റെ നേതൃത്വം അമേരിക്കയ്ക്കു നഷ്ടമായി എന്ന കാര്യത്തിലും ആർക്കും തർക്കമുണ്ടായില്ല. അമേരിക്കയും യൂറോപ്പും ഇത്രത്തോളം അകന്ന ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. സുരക്ഷ ഉറപ്പാക്കാൻ അമേരിക്കയെ ആശ്രയിക്കുകയല്ല, സ്വന്തം നിലയിൽ സുരക്ഷാ സംവിധാനങ്ങൾ സജ്ജമാക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കണം എന്നായിരുന്നു യൂറോപ്പിൻ്റെ അഭിപ്രായം. 4 വർഷമായി തുടരുന്ന റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്കയ്ക്കു മാത്രമേ കഴിയൂ എന്നും, എന്നാൽ അതിനായി US ശ്രമിക്കുന്നില്ല എന്നുമാണ് പലരും ആരോപിച്ചത്. ആവശ്യമെങ്കിൽ ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കുമെന്ന് അമേരിക്ക ആവർത്തിച്ചു. ഒരു യൂറോപ്യൻ രാജ്യവും ഈ വിഷയത്തിൽ അമേരിക്കയെ പിന്തുണച്ചില്ല. സംസ്ഥാനത്ത് മദ്യവിൽപ്പനശാലകളുടെ പ്രവൃത്തി സമയം വർദ്ധിപ്പിച്ചു. ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ സർക്കാരിന് അവകാശമുണ്ട്. എന്നാൽ കേരളം മാത്രമല്ല, ഇന്ത്യ പോലും ഉയർത്തിപ്പിടിക്കുന്ന ഒരു നയമുണ്ട്. ഘട്ടം ഘട്ടമായി മദ്യപാനം ഉപേക്ഷിക്കുക എന്നതാണ് ആ നയം. ഒട്ടുമിക്ക സംസ്ഥാന സർക്കാരുകളും ഈ നയമാണ് പിന്തുടരുന്നത്. ഭരണഘടനയുടെ നിർദ്ദേശക തത്വങ്ങളിലും ഈ നയം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഇന്ന് മദ്യവ്യവസായം സംസ്ഥാന സർക്കാരുകളുടെ വലിയ ഒരു വരുമാന മാർഗമാണ്. അതുകൊണ്ട് തന്നെ മദ്യവിൽപ്പന തടസ്സപ്പെട്ടാൽ വലിയ വരുമാന നഷ്ടമുണ്ടാകും എന്നത് ഒരു വസ്തുതയാണ്. വരുമാന നഷ്ടം മാത്രമല്ല, ഈ മേഖലയിൽ പണിയെടുക്കുന്നവർക്ക് തൊഴിൽ നഷ്ടപ്പെടുകയും ചെയ്യും. ഇതൊക്കെ അവഗണിച്ചുകൊണ്ട് തീരുമാനമെടുക്കുക അത്ര എളുപ്പമല്ല. കൂടുതൽ മദ്യശാലകൾ ആരംഭിക്കുന്നതും ഓൺലൈൻ മദ്യവിൽപ്പന നടത്തുന്നതും ബാറുകളുടെ പ്രവൃത്തി സമയം ദീർഘിപ്പിക്കുന്നതും വരുമാനം കൂട്ടുന്നതിനുള്ള നടപടികളാണ്. വരുമാനം വർദ്ധിപ്പിക്കാനായി മദ്യവിൽപ്പനയെ പ്രോത്സാഹിപ്പിക്കുന്നത് അധാർമികമായ ഒരു നടപടിയാണ്. ഒരു കാലത്ത് ജനസംഖ്യയിൽ 1-ാം സ്ഥാനത്തായിരുന്നു ചൈനയുടെ സ്ഥാനം. കഠിനമായ ജനസംഖ്യാ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതിനെ തുടർന്നാണ് ഇവിടെ ജനസംഖ്യ കുറയാൻ തുടങ്ങിയത്. അപകടം തിരിച്ചറിയുകയും നിയന്ത്രണങ്ങൾ പിൻവലിക്കുകയും ചെയ്തു. എന്നാൽ പ്രതീക്ഷിച്ചതുപോലെ വർധനവിൻ്റെ നിരക്ക് ഉയർന്നില്ല. ഇതേ തുടർന്നാണ് വിവാഹം കഴിക്കുന്നവർക്കും മക്കളുള്ള മാതാപിതാക്കൾക്കും പ്രത്യേക സമ്മാനങ്ങൾ നൽകുന്ന പദ്ധതികൾ സർക്കാർ ആവിഷ്കരിച്ചത്. എന്നിട്ടും ജനസംഖ്യാ വർധനവിൻ്റെ നിരക്ക് കാര്യമായി ഉയർന്നില്ല. ജനസംഖ്യയിൽ വൃദ്ധന്മാരുടെ ശതമാനം വർദ്ധിക്കുന്നതും യുവാക്കളുടെ ശതമാനം കുറയുന്നതും വെല്ലുവിളികളായി തുടരുന്നു. പെൻഷൻ വാങ്ങുന്നവരുടെ എണ്ണം കൂടുന്നു. മാനവശേഷി വിഭവങ്ങൾക്ക് വലിയ ദൗർലഭ്യമുണ്ടാകുന്നു. ഈ പ്രശ്നം പരിഹരിക്കാനായി നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന റോബോട്ടുകളുടെ സേവനം ഉപയോഗിക്കാൻ ചൈന ഒരുങ്ങുന്നു. നിസാര ജോലികൾ മാത്രമല്ല, സങ്കീർണമായ ശസ്ത്രക്രിയകളും റോബോട്ടുകളെ ഏൽപ്പിക്കാനാണ് ചൈനയുടെ നീക്കം. റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി സ്വിറ്റ്സർലൻഡിൻ്റെ തലസ്ഥാനമായ ജനീവയിൽ വെച്ച് കഴിഞ്ഞ ആഴ്ചയിൽ വീണ്ടും ഒരു ചർച്ച നടന്നു. ഉക്രൈനിൻ്റെയും റഷ്യയുടെയും പ്രതിനിധികൾക്കൊപ്പം അമേരിക്കൻ പ്രസിഡന്റിൻ്റെ പ്രത്യേക പ്രതിനിധി വിറ്റ്കോഫും മരുമകൻ ജെറാഡ് കുഷ്ണറും ഈ ചർച്ചയിൽ പങ്കെടുത്തു. പിടിച്ചെടുത്ത സ്ഥലങ്ങൾ വിട്ടുകൊടുക്കില്ല എന്ന നിലപാട് രണ്ടു കൂട്ടരും ആവർത്തിച്ചു. റഷ്യയിൽ നിന്നും ഭാവിയിൽ ആക്രമണമുണ്ടാകില്ല എന്നുറപ്പു നൽകണം എന്നതാണ് ഉക്രൈനിൻ്റെ മറ്റൊരാവശ്യം.
വിട്ടുവീഴ്ചയ്ക്ക് ഇരു കൂട്ടരും തയ്യാറാകണം എന്നാണ് ചർച്ചകൾക്കു ശേഷം അമേരിക്കയുടെ പ്രതിനിധികൾ മാധ്യമങ്ങളോട് പറഞ്ഞത്. എന്നാൽ നിലപാടിൽ മാറ്റം വരുത്താൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ നിർബന്ധിക്കുന്നു എന്നാണ് ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുടെ പരാതി. റഷ്യയ്ക്ക് അനുകൂലമായ നിലപാട് അമേരിക്ക സ്വീകരിക്കുന്നു എന്ന് ചർച്ചകൾ ആരംഭിച്ചപ്പോൾ തന്നെ ഉക്രൈൻ പ്രസിഡന്റ് ആരോപിച്ചിരുന്നു. ഇപ്പോഴത്തെ ഇംഗ്ലണ്ടിലെ രാജാവിൻ്റെ ഇളയ സഹോദരൻ ആൻഡ്രൂസിനെ ബുധനാഴ്ച പോലീസ് അറസ്റ്റ് ചെയ്തു. വ്യാഴാഴ്ച ഇദ്ദേഹത്തെ ജയിലിൽ നിന്ന് മോചിപ്പിച്ചു എങ്കിലും കേസിൻ്റെ അന്വേഷണം തുടരും. ലൈംഗിക കുറ്റവാളിയായ ജെഫ്രി എപ്സ്റ്റീന് ഔദ്യോഗിക രേഖകൾ ചോർത്തിക്കൊടുത്തു എന്നാണ് പോലീസിൻ്റെ ആരോപണം. ജെഫ്രി എപ്സ്റ്റീൻ്റെ മരണാനന്തരം അമേരിക്കൻ സർക്കാർ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്ന രേഖകളിൽ ആൻഡ്രൂ രാജകുമാരനെതിരെ ലൈംഗിക കുറ്റകൃത്യങ്ങൾ ആരോപിക്കപ്പെട്ടതിനെ തുടർന്നാണ് ഇദ്ദേഹത്തെ രാജാവ് കൊട്ടാരത്തിൽ നിന്നും പുറത്താക്കിയത്. ഇതൊക്കെ രാജകുമാരൻ നിഷേധിച്ചുവെങ്കിലും സാക്ഷിമൊഴികളും ഔദ്യോഗിക രേഖകളും ഇദ്ദേഹത്തിനെതിരായിരുന്നു. ഇതിലും ഗൗരവമുള്ളതാണ് ഇപ്പോഴത്തെ കേസ്. ബ്രിട്ടനെ സംബന്ധിക്കുന്നതും രഹസ്യ സ്വഭാവമുള്ളതുമായ പല രേഖകളും ലൈംഗിക കുറ്റവാളിയായ എപ്സ്റ്റീന് നൽകി എന്നാണ് കേസ്. അവസാനമായി ഒരു രാജകുടുംബാംഗത്തെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് 400 വർഷങ്ങൾക്ക് മുമ്പാണ്. പാലസ്തീൻ ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ഉടമ്പടിയിലാണ് ബോർഡ് ഓഫ് പീസ് രൂപീകരിക്കാനുള്ള നിർദ്ദേശം ട്രംപ് പ്രഖ്യാപിച്ചത്. യുദ്ധാനന്തരം നടക്കുന്ന ഗാസ നഗരത്തിൻ്റെ പുനർനിർമ്മാണത്തിൻ്റെ മേൽനോട്ടം ഈ സമിതിക്കാണ്. ഇതിൽ അംഗങ്ങളാകുന്നവർ 3 വർഷത്തിനുള്ളിൽ $1 കോടി നൽകിയില്ലെങ്കിൽ അംഗത്വം നഷ്ടപ്പെടും. അമേരിക്കൻ പ്രസിഡന്റാണ് സമിതിയുടെ അധ്യക്ഷൻ. വീറ്റോ പ്രയോഗിക്കാൻ ഇദ്ദേഹത്തിന് മാത്രമേ കഴിയൂ എന്നാണ് ഗാർഡിയൻ പത്രം ചൂണ്ടിക്കാട്ടുന്നത്. ഐക്യരാഷ്ട്രസഭയെ നോക്കിക്കുത്തിയാക്കി ഇങ്ങനെ ഒരു അന്താരാഷ്ട്ര സമിതി രൂപീകരിക്കാനുള്ള നിർദ്ദേശം പ്രഖ്യാപിച്ചപ്പോൾ തന്നെ പലരും ഇതിനെ വിമർശിച്ചിരുന്നു. 60ഓളം രാജ്യങ്ങളെയാണ് ഈ സംരംഭത്തിലേക്ക് ട്രംപ് ക്ഷണിച്ചത്. 30 രാജ്യങ്ങളെങ്കിലും ഈ സമിതിയിലേക്കുള്ള ക്ഷണം സ്വീകരിച്ചിട്ടുണ്ട്. വത്തിക്കാൻ ഈ സമിതിയിൽ ചേരില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. പാലസ്തീനോടുള്ള സമീപനം ശരിയല്ല എന്നാണ് വത്തിക്കാന്റെ വിലയിരുത്തൽ. ഇറാനും അമേരിക്കയും തമ്മിൽ ജനീവയിൽ വെച്ച് കഴിഞ്ഞ ആഴ്ചയിൽ വീണ്ടും ചർച്ചകൾ നടന്നു. സാമ്പത്തിക ഉപരോധം പിൻവലിച്ച് യുറേനിയം സമ്പുഷ്ടീകരണം തുടരാൻ അനുവദിക്കണം എന്ന നിലപാട് ഇറാൻ ആവർത്തിച്ചു. ജൂണിന് മുമ്പായി ആണവ കരാർ ഉണ്ടാക്കിയില്ലെങ്കിൽ ആക്രമണം നേരിടേണ്ടി വരും എന്നാണ് ട്രംപിൻ്റെ ഭീഷണി. 80 വിമാനങ്ങൾ വഹിക്കാൻ കഴിയുന്ന എബ്രഹാം ലിങ്കൺ എന്ന കപ്പൽ ഗൾഫ് മേഖലയിൽ നങ്കൂരമിട്ടിരിക്കുകയാണ്. ഇതുപോലെയുള്ള മറ്റൊരു കപ്പലിനും ഈ മേഖലയിലേക്ക് നീങ്ങാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒരു ഭാഗത്ത് യുദ്ധം ഒഴിവാക്കാനുള്ള ചർച്ചകളും മറുഭാഗത്ത് യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പുകളും പുരോഗമിക്കുകയാണ്. ഒമാനി മധ്യസ്ഥന്മാർ വഴിയാണ് ചർച്ചകൾ നടക്കുന്നത്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധം ഒഴിവാക്കാനാണ് ഒമാൻ മധ്യസ്ഥ ശ്രമങ്ങൾ ഏറ്റെടുത്തത്. ഗൾഫ് മേഖലയിൽ നങ്കൂരമിടുന്ന കപ്പലുകളെ മുക്കിക്കളയാൻ തങ്ങൾക്കു കഴിയും എന്നാണ് ഇറാന്റെ പരമോന്നത നേതാവായ അയത്തുള്ള അലി ഖമേനിയുടെ ഏറ്റവും പുതിയ ഭീഷണി.
വാരാന്ത്യ ലോക വൃത്താന്തം. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രൊഫസർ ജെ ജേക്കബ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജൻവാണി 90.8 കമ്മ്യൂണിറ്റി FM. അറിയേണ്ടതും കേൾക്കേണ്ടതും മാത്രം.